ഇറാനിലെ നിരായുധരായ മനുഷ്യരെ കൊന്നൊടുക്കും പോലെയല്ല ഒരു മഹാരാജ്യത്തിനു നേരെ നിവർന്നു നിന്ന് യുദ്ധം ചെയ്യുന്നത്. ലെബനനിലും സിറിയയിലുമൊക്കെ യുദ്ധം ചെയ്ത ശീലം വെച്ച് ഇറാന് നേരെ ആയുധമെടുത്തപ്പോൾ നിങ്ങൾ ഓർക്കണമായിരുന്നു പ്രഹരം താങ്ങില്ല എന്ന കാര്യം. അത് ഇസ്രായേൽ ജനതയ്ക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട്. ഇറാന്റെ ഫത്തയും ഷഹാബ് 3യും ഗോറം ഷഹറും ഖദറും യമാദുമൊക്കെ ഇസ്രായേലിന്റെ മണ്ണിൽ തീമഴ പെയ്യ്ക്കുകയാണ്. ആണവായുധം ഇപ്പോൾ നിർമ്മിക്കേണ്ട എന്ന ആയത്തുള്ള അലി ഖമേനിയുടെ ആജ്ഞയനുസരിച്ച് അതിന് മുതിരാതിരുന്ന ഇറാനെയാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആക്രമിക്കാൻ തയ്യാറായത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നിങ്ങൾ തുടങ്ങിവെച്ച യുദ്ധം ആണവ പോർമുനകളൊന്നുമില്ലാതെ സഹായം നൽകുമെന്നുറപ്പുണ്ടായിട്ടും റഷ്യയോട് പോലും ഒരായുധവും വാങ്ങാതെ ശക്തമായി പ്രതിരോധിക്കുന്ന ഇറാൻ ലോകത്തിന് വലിയ ഊർജവും പ്രതീക്ഷയും അതിനുപരി വലിയൊരു സന്ദേശവും നൽകുന്നുണ്ട്. ആരുടെ മുന്നിലും സ്വന്തം ആത്മാഭിമാനം പണയം വെക്കരുത് എന്ന വലിയ സന്ദേശം. യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴും ഇറാൻ ആവശ്യപ്പെട്ടത് ഇസ്രായേൽ ആക്രമണം നിർത്തണം എന്ന് മാത്രമാണ്. എന്നാൽ ഇസ്രായേലിനോട് അത് പറയാനുള്ള ധൈര്യം പോലും അമേരിക്കയ്ക്ക് നിലവിലില്ല. ഇനി നിങ്ങൾ തന്നെ പറയൂ, ഈ യുദ്ധത്തിൽ ഇറാന്റെ ഭാഗത്ത് തന്നെയല്ലേ ശരിയുള്ളത്? യാതൊരു പ്രകോപനവുമില്ലാതെ ആണവായുധം ഇറാൻ നിർമ്മിക്കാൻ പോകുന്നു എന്ന ഊഹാഭോഗത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഇറാനെ പോയി ചുട്ടരിക്കാൻ തീരുമാനിച്ചതിന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും. ലോകം മുഴുവൻ ഇറാന്റെ സത്യസന്ധത മനസ്സിലാക്കി കഴിഞ്ഞു. അമേരിക്കയുടെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ തന്നെ ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തിനായിരുന്നു ഇങ്ങനെയൊരു യുദ്ധമെന്ന ചർച്ചകൾ സജീവമായിട്ടുണ്ട്. ഇസ്രായേലിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിൽ കുലുങ്ങിയ ഇറാനെയല്ല, മറിച്ച് ഏത് ഭീഷണിക്ക് മുന്നിലും കീഴടങ്ങാത്ത എത്ര വലിയ ശത്രുവായാലും നെഞ്ചും വിരിച്ച് നേരിടാൻ കെൽപ്പുള്ള ഇറാനെയാണ് ലോകം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റഷ്യയെയും ഉത്തര കൊറിയയെയും ചൈനയെയും പോലെയുള്ള അമേരിക്കൻ വിരുദ്ധ ചേരിക്കാർ ഒപ്പമുണ്ടാകുമെന്ന് അറിയിച്ചിട്ടും അവരോടൊന്നും തന്നെ യാതൊരു സഹായമോ ആയുധമോ വാങ്ങാതെയാണ് ഇറാൻ പോരാട്ടം തുടരുന്നത്. എന്നാൽ മറുഭാഗത്തോ അമേരിക്ക കെട്ടിയ കോട്ടയ്ക്കുള്ളിൽ നിന്നും മാത്രമാണ് ഇസ്രായേൽ കളിക്കുന്നത്. സംരക്ഷിക്കാൻ അമേരിക്കയും അവിടുത്തെ ആയുധങ്ങളും ഉണ്ടെന്ന് പറയുമ്പോൾ മാത്രമാണ് അവർ കൂടുതൽ കരുത്താർജിക്കുന്നത്. സ്വരുക്കൂട്ടി വെച്ച ആയുധങ്ങളൊന്നും തികയാതെ വന്നതോടെ അമേരിക്കയുടെ കാൽ കീഴിൽ സാഷ്ടാംഗം പ്രണമിച്ച് പുതിയ ആയുധം നൽകാനും അതുപോലെ അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ തങ്ങളോടൊപ്പം പങ്കെടുക്കാനുമാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഈ യുദ്ധത്തിൽ കൂടുതൽ ഇടപെടൽ നടത്തുന്നത് റഷ്യയുടെ കോപം വിളിച്ചു വരുത്തുന്നതായിരിക്കുമെന്ന കാര്യം അമേരിക്ക ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. അമേരിക്ക യുദ്ധത്തിൽ കാലെടുത്ത് വെക്കുകയോ ഇറാന്റെ പരമോന്നത നേതാവിന് മേൽ ഒരു തരി മണ്ണ് വീഴിക്കുകയോ ചെയ്താൽ അമേരിക്ക നിന്ന് കത്തുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും റഷ്യയിൽ നിന്നും ആയുധം വാങ്ങാതെ തന്നെ ഇസ്രായേലിനെ നേരിടാൻ ഇറാന്റെ പക്കൽ ആയുധങ്ങൾ ഉണ്ടെന്ന കാര്യം വ്യക്തമായി. ഗാസയിലും ലെബനനിലും സിറിയയിലും നടത്തിയതുപോലെ പെട്ടെന്ന് ഇറാനെയും തീർക്കാമെന്ന് കരുതി ഇറങ്ങിത്തിരിച്ചവർ സ്വയം തീരാൻ പോകുന്ന അവസ്ഥയിലാണുള്ളത്. വളരെ കാലമായി ആയുധ നിർമ്മാണ രംഗത്ത് ഇറാൻ ഉണ്ടാക്കിയ വിപ്ലവകരമായ മുന്നേറ്റമാണ് ശത്രുവിന്റെ നേർക്ക് അവരിപ്പോൾ എടുത്തു പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിനെതിരെ ഒന്നിലധികം പോർമുനകളുള്ള മിസൈലുകളും ഇറാൻ പ്രയോഗിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ഇസ്രായേൽ വ്യോമ പ്രതിരോധ സംവിധാനത്തെ കബളിപ്പിക്കാനും കനത്ത നാശനഷ്ടം വിതയ്ക്കാനും ഇത്തരം മിസൈലുകൾക്ക് ഇതിനോടകം തന്നെ സാധിച്ചിട്ടുണ്ട്. ഇസ്രായേലിനെതിരെ ക്ലസ്റ്റർ ബോംബുകൾ അടങ്ങുന്ന മിസൈലുകളും ഇറാൻ പ്രയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സകല കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്നതാണ് ഇത്തരം ആക്രമണങ്ങൾ. ലോകം ഭയക്കുന്ന ബോംബുകളിൽ പ്രധാനിയാണിത്. ഇതാദ്യമായാണ് സംഘർഷത്തിൽ ഇറാൻ ഇത്തരം ബോംബുകൾ പ്രയോഗിക്കുന്നതെന്നാണ് റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മിസൈലുകളിൽ പോർമുനയായി ഘടിപ്പിക്കുന്ന ക്ലസ്റ്റർ ബോംബുകൾ തൊടുക്കുമ്പോൾ ഒന്നാണെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് പതിക്കുമ്പോൾ 50ഓ 100ഓ ബോംബുകളായി ചിതറിത്തെറിക്കും. മധ്യ ഇസ്രായേലിൽ 8 കിലോമീറ്ററോളം ചുറ്റളവിൽ ഇറാൻ തൊടുത്തുവിട്ട ക്ലസ്റ്റർ ബോംബുകൾ പതിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഏറെ അപകടം പിടിച്ച ക്ലസ്റ്റർ ബോംബാക്രമണത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്ന കാര്യത്തിൽ ഇസ്രായേൽ സൈന്യം ആ നാട്ടിലെ ജനങ്ങളും ഭയത്താലാണ് ഇപ്പോൾ കഴിയുന്നത്. മധ്യ ഇസ്രായേലിലെ അസോറിൽ ഉൾപ്പെടെ ക്ലസ്റ്റർ ബോംബുകൾ പതിച്ചതായും ഇത് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ ലേഖകൻ ഇമാനുവൽ ഫാബിയനും റിപ്പോർട്ട് ചെയ്തു. 2008 അന്താരാഷ്ട്ര തലത്തിൽ നിരോധിച്ച കൊടും നശീകരണ ശേഷിയുള്ള ആയുധമാണ് ഇറാൻ എടുത്തിട്ട് ഇപ്പോൾ പ്രയോഗിക്കുന്നത്. ക്ലസ്റ്റർ ബോംബ് മിസൈലുകളുടെ നിർമ്മാണം, സംഭരണം, കൈമാറ്റം, ഉപയോഗം എന്നിവയ്ക്കെതിരെ 111 രാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലും ഇറാനും ഇസ്രായേലും ഒപ്പിട്ടിട്ടില്ല. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കുമെന്ന് ഇസ്രായേൽ പരസ്യമായി വ്യക്തമാക്കിയ ഉടനെ തന്നെയാണ് ക്ലസ്റ്റർ ബോംബും ഇറാൻ പ്രയോഗിച്ചത്. ഇനി ഇസ്രായേൽ ഏത് തരം ആക്രമണം നടത്തിയാലും
അതിനെതിരെ വിനാശകാരികളായ മറ്റ് ആയുധങ്ങൾ പുറത്തെടുക്കുമെന്നാണ് ഇറാൻ സൈന്യം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. എന്തായാലും ഇസ്രായേലിന്റെ കൈവശം ആയുധങ്ങൾ കുറയുന്ന സമയത്ത് ഇറാൻ പുതിയ ആയുധങ്ങൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇറാന്റെ മിസൈലുകളും ആയുധങ്ങളും ശ്രദ്ധേയമായി മാറിയിരിക്കുന്നു. ഇസ്രായേലിന്റെ ആകാശത്ത് ബാലിസ്റ്റിക് മിസൈലുകൾ തീമഴ പെയ്യ്ക്കുന്ന കാഴ്ച കണ്ട് പരിഭ്രാന്തരായ ഇസ്രായേൽ ജനത മുഴുവനും ബങ്കറിൽ അഭയം തേടിയിരിക്കുകയാണ്. ഇറാന്റെ കൈവശമുണ്ടായിരുന്ന ആയുധങ്ങൾ ഇസ്രായേലിൽ സംഹാരം നടത്തുമ്പോൾ അമേരിക്കയ്ക്ക് പോലും ഒന്നും മിണ്ടാൻ സാധിക്കുന്നില്ല. ഇസ്രായേലിന് ധൈര്യം നൽകിയ അമേരിക്കയുടെ വലിയ പരാജയം തന്നെയായിരുന്നു കൺമുന്നിലൂടെ പാഞ്ഞ മിസൈലുകൾ. അമേരിക്കയെ ഞെട്ടിച്ച് ഇസ്രായേലിനെ തകർത്ത ഇറാന്റെ വജ്രായുധങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തത് ബാലിസ്റ്റിക് മിസൈലുകളാണ്. ഇവ ആകാശത്തെ ഭീമന്മാർ എന്നാണ് അറിയപ്പെടുന്നത് പോലും. ഇറാന്റെ ഏറ്റവും ശക്തമായ ആയുധങ്ങളാണ് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ. ഈ മിസൈലുകൾ ഒരു വലിയ വളഞ്ഞ പാതയിലൂടെ, അതായത് ബാലിസ്റ്റിക് ട്രാജക്ടറി എന്നാണ് ഇങ്ങനെ ഒരു പാതയെ അറിയപ്പെടുന്നത്, ഇത് സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നു. പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ റോക്കറ്റ് എഞ്ചിനുകളുടെ സഹായത്തോടെ ഇവ ആകാശത്തേക്ക് ഉയർന്ന് ബഹിരാകാശത്തിന്റെ അതിർത്തിയിലോ അതിനപ്പുറമോ എത്തിയ ശേഷം വളരെ വേഗത്തിൽ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു. വേഗതയിലേക്ക് വരികയാണെങ്കിൽ ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഇവ ഇസ്രായേലിലേക്ക് 12 മിനിറ്റിനുള്ളിൽ തന്നെ എത്തിച്ചേരും. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മിസൈലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രമാണ് ഇറാൻ. ആ ഇറാനോടാണ് ഇസ്രായേൽ പോയി മുട്ടിയിരിക്കുന്നത്. അതിന്റെ പ്രത്യാഘാതമാണ് ഇപ്പോൾ അവർ അനുഭവിക്കുന്നതും. ഇസ്രായേലിനെ മുട്ടുകുത്തിച്ച ഇറാന്റെ പ്രധാനപ്പെട്ട മിസൈലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഷഹാദ് 3, ഗോറം ഷഹർ, ഖദർ, എമ തുടങ്ങിയവയാണ് അതിൽ പ്രധാനികൾ. 1000 കിലോമീറ്ററിലധികം ദൂരം താണ്ടാൻ കഴിവുള്ള മിസൈലുകളാണ് ഇവ. ഖൈബർ ഷെഖാനാണ് അടുത്തത്. ഉയർന്ന കൃത്യതയ്ക്കായി സാറ്റലൈറ്റ് നാവിഗേഷനും നിയന്ത്രണ ഫിനുകളും ഉപയോഗിക്കുന്നവയാണിവ. ഫത്താഹ് 1 ആണ് അതിൽ പ്രധാനപ്പെട്ട മറ്റൊന്ന്. ഹൈപ്പർസോണിക് വേഗതയുള്ള മിസൈൽ, എന്നാൽ ഇതിന്റെ ഉപയോഗം വിദഗ്ധർ ഇപ്പോഴും സംശയിക്കുന്നുണ്ട്. ഗാസിം ബസിർ ആണ് അടുത്തത്. 1200 കിലോമീറ്റർ ദൂരവും അമേരിക്കയുടെ താട് ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനുള്ള കഴിവും ഇവയ്ക്കുണ്ട്. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് പറയാം. ഈ മിസൈലുകൾ വലിയ സ്ഫോടക വസ്തുക്കൾ, അതായത് 300 മുതൽ 700 കിലോഗ്രാം വരെ വരുന്ന സ്ഫോടക വസ്തുക്കൾ വഹിക്കുന്നവയാണ്. ചിലത് 2000 പൗണ്ട് വരെ വഹിക്കുന്നുണ്ട്. കൂടാതെ റഡാർ വഞ്ചിക്കാനുള്ള ഡീകോയ്, അതായത് വ്യാജ ലക്ഷ്യ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. ഇനി ക്രൂസ് മിസൈലുകളാണ്. നിശബ്ദ വേട്ടക്കാർ എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി ക്രൂസ് മിസൈലുകൾ താഴ്ന്ന ഉയരത്തിൽ വിമാനം പോലെ സ്ഥിരമായിട്ട് പറക്കുന്നവയാണ്. സവിശേഷത എന്തെന്നാൽ റഡാറുകൾ കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളതിനാൽ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ഇവയ്ക്ക് കഴിയുന്നുണ്ട്. ഇതിന്റെ വേഗത എന്ന് പറയുന്നത് ബാലിസ്റ്റിക് മിസൈലുകളെ അപേക്ഷിച്ച് വേഗത വളരെ കുറവാണ്. ഇസ്രായേലിലേക്ക് എത്താൻ ഏകദേശം 2 മണിക്കൂർ ഇതിന് സമയം വേണം. ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇറാൻ ഇവ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ്. അയൺ ഡോമുകളെ പോലും അതിശക്തമായി പ്രതിരോധിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അടുത്ത ഇറാന്റെ വജ്രായുധങ്ങളിൽ പെടുന്നത് ഡ്രോണുകൾ തന്നെയാണ്. ആകാശത്തെ കണ്ണുകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഇറാൻ വലിയ രീതിയിൽ ഡ്രോണുകൾ ഉപയോഗിക്കുന്ന രാഷ്ട്രമാണ്. പ്രത്യേകിച്ച് ആക്രമണത്തിനും നിരീക്ഷണത്തിനുമാണ് ഇവ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഇതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ ദൂരം സഞ്ചരിക്കാനും ലക്ഷ്യത്തിലേക്ക് സ്ഫോടക വസ്തുക്കൾ എത്തിക്കാനുമുള്ള ഇതിന്റെ കഴിവ് തന്നെയാണ്. വേഗത എന്ന് പറയുന്നതാകട്ടെ മിസൈലുകളെ അപേക്ഷിച്ച് വളരെ മന്ദഗതി തന്നെയാണ്. ഇസ്രായേലിലേക്ക് എത്താൻ 9 മണിക്കൂർ വരെ ഇവയ്ക്ക് സമയമെടുത്തേക്കും. ഇതിന്റെ ഉപയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ 2024 ഏപ്രിലെ ട്രൂ പ്രോമിസ് ആക്രമണത്തിൽ 170 ഡ്രോണുകളാണ് ഇറാൻ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം ഇവയെ ഫലപ്രദമായി തടഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അടുത്തത് ക്ലസ്റ്റർ മിസൈലുകളാണ്. വിനാശത്തിന്റെ മഴ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. അടുത്തിടെ ഇറാൻ ക്ലസ്റ്റർ വാർ ഹെഡുകളുടെ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇതിന്റെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് ഒരു മിസൈൽ 23,000 അടി ഉയരത്തിൽ പൊട്ടിത്തെറിച്ച് 2.5 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കുന്ന 20 ചെറു ബോംബുകൾ 16 കിലോമീറ്റർ വ്യാസത്തിൽ വ്യാപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ പ്രഭാവം എന്ന് പറയുന്നത് വിശാലമായ പ്രദേശത്ത് നാശനഷ്ടം വരുത്താൻ ഇവയ്ക്ക് കഴിയും എന്നതാണ്. പക്ഷേ ഇവയെ തടയുന്നത് പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയുമാണ്. ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിന് വലിയൊരു ബുദ്ധിമുട്ടായി വന്നത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം തന്നെയാണ്. 2000 മുതൽ 3000 മിസൈലുകൾ ഇറാന്റെ പക്ഷമുണ്ട് എന്നാണ് കണക്കുകൾ. അതായത് ഇപ്പോൾ ഏതൊരു യുദ്ധം വരികയാണെങ്കിലും പ്രയോഗിച്ചാൽ തീരാത്തത്ര മിസൈലുകൾ ഇറാൻ ഓൾറെഡി ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഉയർന്ന കൃത്യത, ഹൈപ്പർസോണിക് വേഗത, റഡാർ വഞ്ചന എന്നിവയിൽ ഇറാൻ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്.
ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയുടെ സംയോജനം ഇറാന്റെ ആക്രമണത്തെ തന്ത്രത്തെയാണ് ശക്തിപ്പെടുത്തുന്നത്. ഈ ആയുധങ്ങൾ സാങ്കേതികമായി അത്ഭുതകരമാണെങ്കിലും അവയുടെ ഉപയോഗം നിരവധി ജീവനുകൾ അപഹരിക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. നിരപരാധികളായ ഒരുപാട് മനുഷ്യരുടെ ജീവൻ എടുക്കുക എന്നല്ലാതെ യുദ്ധം ഒന്നും തന്നെ നമുക്ക് കൊണ്ടുതരുന്നില്ല. ടെല്ലവീവിലെ തകർന്ന കെട്ടിടങ്ങളും ഇറാനിലെ ജനങ്ങളുടെ ഭയവും ഈ സംഘർഷത്തിന്റെ ദുരന്ത ചിത്രം തന്നെയാണ്. ശാസ്ത്രത്തിന്റെ ഈ മുന്നേറ്റങ്ങൾ സമാധാനത്തിന് ഉപയോഗിക്കപ്പെട്ടിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. നമുക്ക് പ്രത്യാശിക്കാം ഒരു ദിവസം ഈ ആയുധങ്ങളൊക്കെ മ്യൂസിയങ്ങളിൽ മാത്രം കാണട്ടെ എന്ന്, അല്ലേ? നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ടത് അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.